സോ കമ്പാരിസൺ അപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഡിഗ്രീസ് ആണല്ലോ നമ്മൾ സൂപ്പർലേറ്റീവ്, അതുപോലെ എന്താണ് കമ്പാരിറ്റീവ്, പോസിറ്റീവ്, പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് എന്നുള്ള ഓർഡറിലാണല്ലോ നമ്മൾ അത് നോക്കേണ്ടതെന്ന് കരുതും. പക്ഷേ ഇത് നമ്മൾ സെൻറ്റൻസ് കറക്ഷൻ മാത്രം ബേസ് ആയിട്ട് ചെയ്യുന്ന ഒരു സെക്ഷനാണ്, അതിൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് ഇതിനെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ, രാജു ഈസ് സോ ഗുഡ് ദാൻ അതർ ബോയ്സ് എന്നുള്ളത് ഇറ്റ്സ് റോങ്. ബിക്കോസ് പോസിറ്റീവ് ഡിഗ്രിയിൽ എപ്പോഴും നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? സോ ആസ് എന്നുള്ളത് യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് നോ അതർ ബോയ് ഈസ് സോ ഗുഡ് ആസ് രാജു. ഓക്കെ, നോ അതർ ബോയ് ഈസ് സോ ഗുഡ് ആസ് രാജു. That is the way how we have to make the comparison. We have to make it into a sentence. Okay, then the black car is longer. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് എങ്ങനെയാണ്? കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ലോങ്ങർ എന്ന് പറയുമ്പോൾ. ഇവിടെ നമുക്ക് വി നോ ദാറ്റ് ഗുഡ് എന്ന് പറയുമ്പം ഗുഡ് ഏതാണ്? പോസിറ്റീവ് ഡിഗ്രിയാണ് അല്ലേ? ഗുഡ് എങ്ങനെയാണ് നമ്മൾ ഗുഡ് എന്താണ്? ബെറ്റർ, ബെസ്റ്റ് അങ്ങനെയല്ലേ പറയാം. അപ്പോൾ ഗുഡ് എന്ന് പറയുന്ന വേർഡ് എന്താണ്? അത് പോസിറ്റീവ് ഡിഗ്രിയാണ്, ബേസിക് പോസിറ്റീവ് ഡിഗ്രിയാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിലേക്ക് ഡിഫൈൻ ചെയ്ത സമയത്ത് സോ ആസ് എന്ന് ചേർത്താണ് നമ്മൾ ആ സെൻറ്റൻസിനെ കറക്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളിങ്ങനെ ദാൻ എന്ന് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, കാരണം ഇവിടെ പോസിറ്റീവ് ഡിഗ്രി ആയതുകൊണ്ടാണ്. ബട്ട് ലുക്ക് അറ്റ് ദ സെക്കൻഡ് എക്സാമ്പിൾ, ദാറ്റ് ഈസ് ദ ബ്ലാക്ക് കാർ ഈസ് ലോങ്ങർ. ദ ബ്ലാക്ക് കാർ ഈസ് ലോങ്ങർ എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം എന്താണ്? നമുക്ക് ദിസ് പെർട്ടിക്കുലർ വേർഡ് ദാറ്റ് ഈസ് ലോങ്ങർ ഈസ് ലോങ്ങർ, ലോങ്ങസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ എന്താണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. ദാറ്റ് ഈസ് ലോങ് എന്നുള്ളതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ലോങ്ങർ എന്നുള്ളത്. ലോങ്ങർ എന്ന് വരുമ്പോൾ എപ്പോഴും ദാൻ വേണം കൂടെ. മാത്രമല്ല വേറെ ഒരു കമ്പാരിസൺ, ടു എൻറ്റിറ്റീസ് തമ്മിലുള്ള കമ്പാരിസൺ നടത്തുമ്പോൾ മാത്രമാണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ആയിട്ടുള്ള ആ ഒരു യൂസേജ് നമ്മൾ വരുന്നുള്ളൂ. ടു ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിർബന്ധമായിട്ടും വേണം. ദാറ്റ് ഈസ് എന്തിനോടാണ് കമ്പയർ ചെയ്യുന്നത് എന്നുള്ളത്, എന്താണ് കമ്പയർ ചെയ്യുന്നുള്ളതും എന്തിനോടാണ് കമ്പയർ ചെയ്യുന്നുള്ളതെന്നും അവിടെ വരണം, നിർബന്ധമാണ്. ബിക്കോസ് ഓഫ് ദാറ്റ് റീസൺ സി ദ ബ്ലാക്ക് കാർ ഈസ് ലോങ്ങർ ഈസ് എ റോങ് സെൻറ്റൻസ്. ബിക്കോസ് ദ ബ്ലാക്ക് കാർ ഈസ് ലോങ്ങർ ദാൻ ദ വൈറ്റ് കാർ ഷുഡ് ബി the correct one, because the reason is simple, that is here longer is the comparative form of long. Then here we have another car to compare this particular car. Okay, now the next one, she is taller than me. ഇതാണ് കൂടുതലായിട്ട് നമുക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ കാണാറുള്ളത്. ദാറ്റ് ഈസ് നമ്മളിവിടെ പറഞ്ഞു ബ്ലാക്ക് കാർ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വൈറ്റ് കാർ എന്ന് വേണം, മീൻസ് ഈക്വൽ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ആണ് നമ്മളിവിടെ കമ്പയർ ചെയ്യേണ്ടത് അല്ലേ? മീൻസ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യത്തെയാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പറ്റുന്ന തെറ്റെന്താണ്? ഷീ ഈസ് ടോളർ ദാൻ മീ ഈസ് എ റോങ് സെൻറ്റൻസ്. കാരണം എന്താണ്? ബിക്കോസ് ദ റീസൺ ഈസ് സിമ്പിൾ, ദാറ്റ് ഈസ് all the time whenever we compare two things, that is in comparative degree, both the subjects, both the comparing thing should be in same case. സെയിം കേസ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഷീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതെന്താണ്? സബ്ജക്റ്റീവ് കേസാണ് അല്ലേ? ഹിയർ വി ഹാവ് ദ സബ്ജക്റ്റീവ് കേസ് ആൻഡ് ഒബ്ജക്റ്റീവ് കേസസ്. പ്രൊനൗണിൽ നമുക്ക് എങ്ങനെയാണുള്ളത്? പ്രൊനൗൺ എന്ന് പറയുന്ന സമയത്ത് വി നോ ദാറ്റ് വാട്ട് പ്രൊനൗൺ ഈസ്, ആൻഡ് ദെൻ ഇറ്റ് ഹാസ് ടു കേസസ്. സബ്ജക്റ്റീവ് കേസുണ്ട്, ഒബ്ജക്റ്റീവ് കേസുണ്ട്. മീൻസ് സബ്ജക്റ്റീവ് കേസിൻ്റെ കേസുകളിൽ വരുന്നതാണ് ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, ദേ, ഹു എന്നുള്ളതൊക്കെ സബ്ജക്റ്റീവ് കേസാണ്. മീൻസ് നമ്മളെപ്പോഴും ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സബ്ജക്റ്റീവ് രൂപത്തിൽ യൂസ് ചെയ്യുന്നതാണ് ഈ സംഭവങ്ങൾ. മീൻസ് ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, ദേ, ഹു എന്നുള്ളത്. പക്ഷേ ഒബ്ജക്റ്റീവായിട്ട് ഇപ്പം ഞാൻ പറയും എന്താണ്? ഗിവ് ഇറ്റ് ടു മീ എന്ന് പറയുമ്പോൾ ഗിവ് ഇറ്റ് ടു മീ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒബ്ജക്റ്റ് ആയിട്ടല്ലേ വരുന്നത്. ഒരു ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തല്ലേ ഈ മീ വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഗിവ് ഇറ്റ് ടു ഐ എന്ന് പറയാൻ പറ്റില്ല. ഗിവ് ഇറ്റ് ടു ഐ എന്ന് പറയുമ്പോൾ എന്താണ്? തെറ്റാണ്. കാരണം ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് കേസാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് എടുക്കുന്ന സമയത്ത്, സെൻറ്റൻസ് മനസ്സിലാക്കുന്ന സമയത്ത് എങ്ങനെയാണ്? ഇപ്പോൾ ഷീ ഈസ് ടോളർ ദാൻ മീ എന്ന് പറയാനൊരു ടെൻഡൻസി നമുക്ക് കൂടുതലായിട്ട് വരും. പക്ഷേ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് രണ്ടും ഒരേ
കേസിൽ പെട്ട സംഭവങ്ങളായിരിക്കണം. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദാറ്റ് ഈസ് ഷീ ഈസ് ടോളർ ദാൻ മീ ഈസ് എ റോങ് സെൻറ്റൻസ്. ബിക്കോസ് ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് കേസാണ്. അതുപോലെ തന്നെ അപ്പോൾ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് എന്തിനോട് വേണം? സബ്ജക്റ്റീവ് കേസിനോട് വേണം. പക്ഷേ മീ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് കേസ് ഓഫ് ഐ ആണ്. ഓക്കെ, അപ്പോൾ ഐ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് കേസിനെ ഒരിക്കലും ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റീവ് കേസുമായിട്ട് അല്ലെങ്കിൽ തിരിച്ചോ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവിടെയും ഒരുപോലെ വരണം, കേസുകൾ ഒരുപോലെ വരണം. അപ്പോൾ ഷീ ഈസ് ടോളർ ദാൻ ഐ എന്നാണ് കറക്റ്റ് ഫോം. ഓക്കെ, ദിസ് ഈസ് എ കോമൺ മിസ്റ്റേക്ക്, വി ഓൾ ഡു ഇറ്റ് ഓൾ ദ ടൈം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ദാറ്റ് ഈസ് ഷീ ഈസ് ടോളർ ദാൻ ഐ ഈസ് ദ കറക്റ്റ് യൂസേജ്. It should be like that because the reason is very simple. She is in subjective case form. So here to what this particular thing is compared should be in subjective case form. അതാണ് അതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യം. അപ്പം എങ്ങനെയാണ് എപ്പോഴും കമ്പാരിസൺ ബിറ്റ്വീൻ ടു പീപ്പിൾ ഓർ തിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി, അതായത് രണ്ട് കാര്യങ്ങൾ വേണം എന്നുള്ളത് മസ്റ്റാണ്. കമ്പാരിറ്റീവ് ഡിഗ്രി ആകുമ്പോൾ വരുന്നത് ടോളർ ദാൻ ഈസ് ലോങ്ങർ ദാൻ എന്നൊക്കെ പറയണമെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ രണ്ട് സംഭവങ്ങൾ വേണം. അതേസമയം തന്നെ നമ്മൾ കമ്പയർ ചെയ്യുന്ന രണ്ട് സംഭവങ്ങൾ മീൻസ് പീപ്പിൾ ആണെങ്കിലും ശരി, അതുപോലെ സാധനം തിങ് ആണെങ്കിലും ശരി, രണ്ടും എങ്ങനെയായിരിക്കണം? അത് ഈക്വലായിട്ട് വരണം. ഈക്വലായിട്ട് വരിക മീൻസ് അതിൻ്റെ സബ്ജക്റ്റ്, അതിൻ്റെ കേസൊക്കെ സിമിലർ ആയിട്ട് സെയിം ആയിട്ട് വരണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനാണല്ലോ, പ്രൊനൗണിനാണല്ലോ നമുക്ക് ഈ സബ്ജക്റ്റീവ് കേസും ഒബ്ജക്റ്റീവ് കേസും മാറ്റം വരുന്നത്. ഇപ്പം ബ്ലാക്ക് കാർ വൈറ്റ് കാർ എന്നുള്ളത് നിങ്ങളത് എന്തിനോട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ദർ ഇസ് നോ പോസിബിലിറ്റി ഫോർ ദിസ് സബ്ജക്റ്റീവ് ഓർ ഒബ്ജക്റ്റീവ് കേസ് പ്രോബ്ലം ഇസ് നോട്ട് ദർ. ബട്ട് വെൻ യു കമ്പയർ ദീസ് പ്രൊനൗൺസ് യൂസിങ് എ pronoun, then what happens is that you should be very careful to understand the fact that whenever you use a subjective case, then you have to compare it with another subjective case. That's a must. Okay, അത് ഇതിൻ്റെ ഒരു റൂളാണ്. I hope you understood. She is taller than I is the correct form. Now this dress is a most beautiful than your dress. ദിസ് ഡ്രസ് ഈസ് എ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ദാൻ യുവർ ഡ്രസ്സ് എന്ന് പറയുമ്പം എന്താണ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ദിസ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ദിസ് ഡ്രസ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ഓക്കെ, ദാറ്റ് ഈസ് ഇപ്പം നിങ്ങൾക്കറിയാം ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നതിൻ്റെ എന്താണ് മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നു. അപ്പോൾ മോസ്റ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ അതെന്തായി മാറി? അത് അൾട്ടിമേറ്റ് ആണ്. അപ്പോൾ ദ ഈസ് എ മസ്റ്റ്, ദ ഈ എ പാടില്ല. ദിസ് ഡ്രസ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നേ പറയാൻ പാടുള്ളൂ. ദാൻ യുവർ ഡ്രസ്സ് എന്ന് പറയാൻ പാടില്ല. കാരണം ഇത് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ മാത്രമേ നമുക്ക് രണ്ട് എൻറ്റിറ്റി കമ്പയർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇവിടെ സൂപ്പർലേറ്റീവ് ആണ്. സൂപ്പർലേറ്റീവ് ആകുന്ന സമയത്ത് എന്താണ്? ദർ ഈസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ 3 or more people or thing. So there must be the should be used before superlative degree. That is this dress is the most beautiful എന്നേ പറയാൻ പാടുള്ളൂ. This dress is a most beautiful dress എന്ന് പറയാൻ പാടില്ല. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇതൊക്കെയാണ് കമ്പാരിസണിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ ഓൾഡ്, ഓൾഡർ, ഓൾഡസ്റ്റ്, ഓൾഡ്, എൽഡർ, എൽഡസ്റ്റ്. വി ഹാവ് both these forms are we usually use both these forms interchangingly, but in reality they have a difference. എങ്ങനെയാണ്? ഓൾഡർ രണ്ടിടത്തും നമുക്ക് പോസിറ്റീവ് ഡിഗ്രി വരുന്നത്, ബട്ട് ഓൾഡർ എൽഡർ ആയി മാറും. ഓൾഡസ്റ്റ് എൽഡസ്റ്റ് ആണ്. പക്ഷേ ഇവിടെ യൂസ് ചെയ്യുന്നിടത്തൊരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് വി ക്യാൻ യൂസ് ഓൾഡ്, ഓൾഡർ, ഓൾഡസ്റ്റ് ഫോർ ബോത്ത് പീപ്പിൾ ആൻഡ് തിങ്സ്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ അറ്റ് ഓൾ. ബട്ട് എൽഡർ എൽഡസ്റ്റ് എന്ന് വരുമ്പോൾ ഇറ്റ് ഈസ് ഓൺലി യൂസ് ടു ഡിനോട്ട് പീപ്പിൾ എസ്പെഷ്യലി എമംഗ് ഫാമിലി മെമ്പേഴ്സ്. ഒരു ഫാമിലിയുടെ അകത്തുള്ള ആളുകൾ എങ്ങനെയാണ്, അപ്പോൾ മുതിർന്ന കുട്ടികൾ, ചെറിയ കുട്ടികൾ, അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൽഡസ്റ്റ്, എൽഡർ, എൽഡസ്റ്റ് എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അവിടെ നമ്മൾ ഓൾഡർ, ഓൾഡസ്റ്റ്, ഓൾഡർ, ഓൾഡസ്റ്റ് നമ്മളത് ആ ഒരു സെൻറ്റൻസിൻ്റെ രൂപം മനസ്സിലാക്കി തന്നെ വേണം നമ്മൾ ചെയ്യാൻ. യൂഷ്വലി we can see these types of questions for PSC examinations. That is, she is the dash daughter in the family എന്ന് എന്തെങ്കിലുമൊക്കെ തരും. എന്നിട്ട് നമ്മളോട് ഓൾഡ്, ഓൾഡർ, ഓൾഡസ്റ്റ്, എൽഡസ്റ്റ് ഒക്കെ തന്നിട്ട് നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമ്മൾ അവിടെ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സ് ആണോ എന്ന് നോക്കണം. അപ്പം ആ ഫാമിലി മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓൾഡസ്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല, എൽഡസ്റ്റ് യൂസ് ചെയ്യണം.
ഓക്കെ, ദാറ്റ് ഈസ് ദ ഐഡിയ. ദെൻ ഇപ്പം നമ്മൾ രണ്ട് പേരെയാണ് കമ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രാജു ഈസ് ഓൾഡർ ദാൻ രമ എന്ന് എഴുതുന്നതിൽ നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, ബട്ട് എങ്ങനെയാണ് ഇപ്പോൾ സിസ്റ്റേഴ്സിനെയാണ് കമ്പയർ ചെയ്യുന്നത്, അതല്ലെങ്കിൽ കുട്ടികൾ വീട്ടിലെ ബ്രദേഴ്സ്, അതല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ്, ഇങ്ങനെയുള്ളവരൊക്കെ കമ്പയർ നമ്മൾ എന്താ പറയുക പറയുന്നത് എന്നുണ്ടെങ്കിൽ, കമ്പയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എന്താ പറയേണ്ടത്, നമ്മൾ എൽഡസ്റ്റ് എന്നാണ് പറയേണ്ടത്. അല്ലാതെ രണ്ട് വ്യക്തികളെ നമ്മൾ എങ്ങനെയെങ്കിലും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രായ കൂടുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ട്, മുതിർന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൽഡസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ പ്രായം കൊണ്ട് മുതിർന്നത് എന്ന് പറയുന്ന രീതിയിലാണ് ഓൾഡർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ഓൾഡർ ഓൾഡസ്റ്റ് ആൻഡ് ഓൾഡ് എൽഡർ എൽഡസ്റ്റ്. Okay, then the next one is the climate of Kerala is better than Delhi. This is a usual mistake that we make all the time. That is, the climate of Kerala is better than Delhi. Actually what we are comparing here is, നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും നമ്മൾ എന്താണോ ഇവിടെ കമ്പയർ ചെയ്യുന്നത് അതിനോട് മാച്ച് ചെയ്തിട്ട് വേണം അതിൻ്റെ രണ്ടാമത്തെ ഭാഗം വരാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ സബ്ജക്റ്റ് കേസ് ആണെങ്കിലും ശരി, നമ്മൾ തിങ്സ് ആണ് കമ്പയർ ചെയ്യുന്നത് എന്തെങ്കിലും ശരി. അപ്പോൾ നമ്മൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് തന്നെ അതിനെ കാണണം, ഈക്വലായിട്ട് അവിടെ വന്നിട്ടുണ്ടോ നോക്കണം. ഇവിടെ നമ്മൾ എന്താ കാണിച്ചിട്ടുള്ളത്, ദ ക്ലൈമറ്റ് ഓഫ് കേരള ഈസ് ബെറ്റർ ദാൻ ഡൽഹി. ഡൽഹി എന്ന് പറയുന്ന സ്ഥലത്തിനെ നമ്മൾ കാണുന്നു ഇവിടെ. ബട്ട് ആക്ച്വലി വാട്ട് വി ആർ കമ്പയറിങ്, that is the climate of Kerala. The climate of Kerala is better than Delhi. It's a wrong sentence. The climate of Kerala is better than that of Delhi. Okay, that is, it is better than that of ഡൽഹിയിലെ ക്ലൈമറ്റ്. അല്ല, ഡൽഹിനോടല്ല നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്, ഡൽഹിയിലെ ക്ലൈമറ്റിനെയാണ് കമ്പയർ ചെയ്യുന്നത് അല്ലേ. കേരളത്തിലെ ക്ലൈമറ്റിനെ നമ്മൾ എവിടെയാണ് കമ്പയർ ചെയ്യുന്നത്, ഡൽഹിയിലെ ക്ലൈമറ്റിനോടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഭാഗത്ത് വന്നത് എന്താണോ അതിൻ്റെ കേസ് തന്നെയാണോ അതന്നെയാണോ, അതായത് അതേ സ്റ്റാറ്റസ് ഇപ്പുറത്ത് വരുന്ന സംഭവത്തിന് കൂടി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. എന്തിനോടാണ് കമ്പയർ ചെയ്തിരുന്നത് അതിനുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ, ദ ക്ലൈമറ്റ് ഓഫ് കേരള ഈസ് ബെറ്റർ ദാൻ ദാറ്റ് ഓഫ് ഡൽഹി ഈസ് ദ റൈറ്റ് സെൻറ്റൻസ്. നൗ, മൈ ബാഗ്സ് ആർ നോട്ട് ആസ് ഗുഡ് ആസ് മൈ സിസ്റ്റർ. യു യൂഷ്വലി സേ ദാറ്റ്, ബട്ട് ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. മൈ ബാഗ്സ്, എൻ്റെ ബാഗിനെ ഞാൻ ആരായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, മൈ സിസ്റ്ററിനായിട്ടാണോ? അല്ല, സിസ്റ്ററിൻ്റെ ബാഗിൻ്റെ അവിടേക്ക് എത്തില്ല എൻ്റെ ബാഗ് എന്നല്ല ഞാൻ പറയുന്നത്. ദാറ്റ് ഈസ്, മൈ ബാഗ്സ് ആർ നോട്ട് ആസ് ഗുഡ് ആസ് മൈ സിസ്റ്ററിൻ്റെ ബാഗ് എന്നാണ് അവിടെ വരുന്നത്. സോ മൈ ബാഗ്സ് ആർ നോട്ട് ആസ് ഗുഡ് ആസ് മൈ sisters. I hope you are following this, you can understand this. Okay, then Kautilya was wiser than any man living. This is the way how we can correct it. Kautilya was wiser than any other man living. Okay, any other man living എന്ന് നമ്മൾ അതിലേക്ക് കൊണ്ടുവരണം. That is, Kautilya was wiser than any other man living. എനി മാൻ ലിവിങ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് കംപ്ലീറ്റ് ആവുന്നില്ല. കാരണം ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് എന്തിനോട്, കൗട്ടില്യ എന്നുള്ളത് മറ്റെല്ലാ ആളുകളെക്കാളും എന്നുള്ള അർത്ഥം വരണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാസ് വൈസർ ദാൻ എനി അതർ മാൻ ലിവിങ് എന്ന് നമ്മൾ കൊണ്ടുവരണം. സോ ദാറ്റ് ഈസ് ദ വേ ഹൗ വി ബാലൻസ് ബോത്ത് ദ എൻഡ്സ് ഇൻ എ സെൻറ്റൻസ്. അപ്പോൾ ഈ ബാലൻസിങ് ആണ് നമ്മുടെ ശരിക്കും മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടോളജിക്കലായിട്ടാണെങ്കിലും ശരി, പാരലിസം വെച്ചിട്ടാണെങ്കിലും ശരി, കമ്പാരിസൺ വെച്ചിട്ടാണെങ്കിലും ശരി, ദ ബാലൻസിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദർ ഈസ് എ ബാലൻസ് ഇൻ ഓൾ ദ ബിറ്റ്വീൻ ഓൾ ദ ആസ്പെക്ട്സ് ഇൻ എ സെൻറ്റൻസ്. അപ്പോൾ ആ ബാലൻസ് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കുക. ബാലൻസ് പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ ആദ്യം വരുന്ന ഭാഗമാണ് എപ്പോഴും നമ്മൾ ഒരു ഫിക്സ്ഡ് ഫുട്ടായിട്ട് തന്നെ കാണേണ്ടത്. എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് മറ്റുള്ളത് കളക്ട് ചെയ്ത് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, മീൻസ് ആദ്യം വരുന്ന ഭാഗം എന്ന് ഉദ്ദേശിച്ച സബ്ജക്റ്റ് എവിടെയാണോ വരുന്നത്, നമുക്ക് ആ ഒരു സെൻറ്റൻസിൽ നമ്മൾ എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത്, അത് ചിലപ്പം ഫസ്റ്റ് വരാം, ബാക്കിൽ വരാം, എവിടെ വേണമെങ്കിലും വരാം. ബട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിലേക്ക് മാച്ച് ചെയ്ത് മറ്റുള്ള ഭാഗത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ സെൻറ്റൻസ് കറക്ഷനിൽ കാര്യമായിട്ട് ചെയ്യുന്നത്. ഓക്കെ.